ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ദിസ് ഇസ് അഭിലാഷ് വൃന്ദാവൻ അഗൈൻ ഫ്രം NRI ട്രേഡർ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ഹെൽത്ത് സെക്ടറിൽ നിന്ന് ചൂസ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് സ്റ്റോക്കിൽ എത്ര കൺവിക്ഷൻ പവർ നമുക്ക് ഉണ്ടെങ്കിലും നമ്മളൊരു 3% കൂടുതൽ നമ്മൾ ആദ്യം അതിൽ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, 3% വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും തുടങ്ങേണ്ടത്. അത് കഴിഞ്ഞിട്ട് പടിപടിയായിട്ട് അതിപ്പോൾ ആ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വരികയാണെങ്കിൽ തന്നെ ഒരു 6% വരെയൊക്കെ നമുക്ക് പോവാം. ഈ 3% 6% എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ ഓവറോൾ പോർട്ട്ഫോളിയോയിൻ്റെ 3%. അപ്പോൾ നമ്മുടെ അടുത്തൊരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ 3% എത്രയാണോ അതാണ് നമ്മുടെ ഒരു ട്രേഡിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യം, ചിലപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ന്യൂസോ കണ്ടിട്ടോ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കമ്പനിക്ക് ഒരുപാട് വലിയൊരു ഓർഡർ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉള്ള പൈസ മുഴുവൻ കൊണ്ടുപോയിട്ട് ഒറ്റയടിക്ക് ആ ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുമ്പോഴാണ് ഈ എന്താ പറയുക, നമ്മൾ സ്റ്റക്കായി പോയതിൻ്റെ അവസ്ഥ വരിക. ഓക്കെ, കാരണം ഓവറോൾ പോർട്ട്ഫോളിയോയിൽ നമുക്ക് അത് വല്ലാത്ത ഒരു എന്താ പറയുക പ്രഷർ ആയിരിക്കും ആ ഒരൊറ്റ സ്റ്റോക്ക് കൊണ്ട് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. പിന്നെ സ്റ്റോക്ക് പ്രൈസ് എങ്ങോട്ട് വേണേലും പൊക്കോട്ടെ, കാരണം ഈ സ്റ്റോക്ക് പ്രൈസ് ഏത് രീതിയിൽ പോയാലും നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എക്സിറ്റ് എവിടെയാണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം, ബേസ്ഡ് ഓൺ അവർ ഓൺ സ്ട്രാറ്റജീസ് അല്ലേ. അപ്പം ആ എക്സിറ്റ് നമുക്ക് ക്ലിയർ ആണ്, എൻട്രി നമുക്ക് ക്ലിയർ ആണ്, ബാക്കി നമുക്കൊന്നും അറിയത്തില്ല എപ്പോഴാണ് ഈ സ്റ്റോക്ക് അവിടെ എത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് പ്രൈസിലേക്ക് എപ്പോൾ ഈ സ്റ്റോക്ക് എത്തുന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ താഴേക്ക് പോവാം, മേലേക്ക് പോവാം, ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ആ എക്സിറ്റ് വരെ നമുക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് അറിവ് വേണം, നമുക്ക് പഠിക്കാൻ തയ്യാറാവണം. നമ്മൾ ഏത് കമ്പനിയിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ആ കമ്പനീനെ കുറിച്ചിട്ടുള്ള അറ്റ്ലീസ്റ്റ് മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ അടുത്ത് ഉണ്ടാവണം. ഓക്കെ, എന്നാൽ മാത്രമാണ് നമുക്ക് കൺവിക്ഷൻ പവർ ഉണ്ടാവുക. അപ്പം അതെപ്പോഴും ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻസിന് യാതൊരു കാര്യം സംസാരിക്കാറില്ല. നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും അത് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, സോ വിത്ത് ദിസ് നോട്ട് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കമ്പനി ഞാൻ പറഞ്ഞിരുന്നു ഹെൽത്ത് സെക്ടറിൽ നിന്ന് വരുന്നൊരു കമ്പനിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ സെക്ടറിൽ എന്താണ് സംഭവിക്കുന്നത് ഒന്നും നമുക്ക് നോക്കേണ്ടി വരും അല്ലേ. അതിന് ഒന്നും കൂടെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ റിപ്പോർട്ട് വന്നേക്കുന്നത് 1.425 ബില്യൺ എന്നാണ്, 1.4 ബില്യൺ എന്നും പറയാം. ഓക്കെ, അതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള. അതിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മെയിൽ ആൻഡ് ഫീമെയിലിന് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 70 വയസ്സാണ് ഇപ്പോൾ ഉള്ളത്. 15 തൊട്ട് 64 വയസ്സിന് ഇടയിലുള്ളത് ഇപ്പോൾ 67% ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ 65 വയസ്സിന് മുകളിൽ ഇപ്പോൾ 6.83% ആൾക്കാർ ഇപ്പോൾ നമ്മുടെ നിലവിലുണ്ട്. റൈറ്റ്, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു പോപ്പുലേഷൻ നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഗതി ഞാൻ കാണിച്ചു തരാം. ഇത്രയും വലിയ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് റിലേറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫോബ്സിന്റെ ഒരു റിപ്പോർട്ടാണത്. അപ്രോക്സിമേറ്റ്ലി 514 million people across India were covered under health insurance scheme in 2021. 2021 വരെ വെറും 514 മില്യൺ ആൾക്കാർ, എന്ന് വെച്ചാൽ 50 കോടി ആൾക്കാർ മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ സിംപ്ലി നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, 50 കോടി ആൾക്കാർ മാത്രമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് ഇതുവരെ. ഓക്കെ, അതിന്റെ അവയർനെസ്സിന്റെ ഒരു പ്രശ്നം നിങ്ങൾ നോക്കണം. വിച്ച് merely covers 37% of the people in the country. വെറും 37% ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പോഴും ഇന്ത്യ ഇത്രയും ഗ്രോ ചെയ്യുന്നു, ഇതാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്നാൽ കൂടി നിങ്ങളത് ആലോചിച്ച് നോക്കൂ, വെറും 37% ആൾക്കാരുടെ അടുത്ത് മാത്രമാണ് ഇപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത്. വളരെ അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഇപ്പം അല്ലേ. ഇപ്പോൾ കോവിഡൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായിരുന്നു. നിയർലി 400 million ഇൻഡിവിജ്വൽ ഇൻ ഇന്ത്യ ഹാവ് സീറോ ആക്സസ് ടു ഹെൽത്ത് ഇൻഷുറൻസ്. സീറോ ആക്സസ് ടു ഹെൽത്ത് ഇൻഷുറൻസ് എന്നാണ് പറയുന്നത്. അപ്പം എത്ര ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമുക്ക് തുറന്നു കിട്ടിയേക്കുന്നത് ആലോചിച്ച് നോക്കൂ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഇന്ത്യൻ്റെ ഈ ഒരു ഭൂപടത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പം വേറെ വേറെ കളറിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അതൊരു സർവേ ആണ്. ബേസിക്കലി ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ് കാണാൻ വേണ്ടി പറ്റും, ഓരോ സ്റ്റേറ്റും കാണാൻ വേണ്ടി പറ്റും. അവിടെയൊക്കെ എത്ര പെർസെൻറ്റേജ് ആൾക്കാരാണ് പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് സ്റ്റേറ്റ് വൈസ് നോക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന കണക്കുകളാണ്. നോക്കിക്കഴിഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിൽ ഏറ്റവും കുറവാണ്, ബീഹാർ 17%, അതേപോലെ തന്നെ ഡൽഹി 25% ആൾക്കാർക്ക് മാത്രമാണ് അവിടെ എന്തുള്ളത്, ഡൽഹിയിലുള്ളത് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത്. ഒന്ന് ആലോചിക്കണം. അതേപോലെ തന്നെ ടോപ്പിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ഏതൊക്കെയാണ്? രാജസ്ഥാനാണ്, അതും 88% മാത്രമാണ്. ടോപ്പിൽ നിന്നിട്ട് ഒരു 88% മാത്രമേ അവർക്ക് അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളൂ ആൾക്കാർക്ക്. പിന്നെ ആന്ധ്രാപ്രദേശ്, ഗോവ, ഛത്തീസ്ഗഡ്, തെലങ്കാന, ആസാം, കേരള ഇവരൊക്കെയാണ് കുറച്ചെങ്കിലും മേലെ നിൽക്കുന്നത്. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുന്ന സ്ഥലത്ത് വരെ 58% ആൾക്കാർക്ക് മാത്രമാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത്.
ഒരു പോയിന്റാണ്, ചിന്തിക്കേണ്ട ഒരു പോയിന്റാണത്. അങ്ങനെ നോക്കുമ്പോൾ വൈ ഡസ് ഇന്ത്യ നീഡ് ബെറ്റർ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് അല്ലേ? അതിൽ ഫോർബ്സിന്റെ തന്നെ റിപ്പോർട്ട് ഞാൻ നോക്കുമ്പോൾ ഇന്ത്യ ഈസ് ഹോം ടു മെനി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് സച്ച് ആസ് ഹാർട്ട് സ്ട്രോക്ക്, ഡയബറ്റിക്, മെനി റെസ്പിറേറ്ററി ഡിസീസസ്. ഓക്കെ, ഇതിന്റെയൊക്കെ ഹബ്ബാണ് ഇന്ത്യ. അപ്പോൾ അതേപോലെ തന്നെ ഡയബറ്റിക് ഹബ് ഓഫ് ദ വേൾഡ് എന്ന് പറയും ഇന്ത്യനെ. ഇപ്പം ഡയബറ്റിക് ഹബ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയാണ് ആദ്യം വരുന്നത്. ഓക്കെ, പിന്നെ ഇൻ ഇന്ത്യ നിയർലി 5.8 million ഡൈസ് ഫ്രം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് NCDs. അതേപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദ NMB ഹെൽത്ത് ട്രെൻഡ്സ് റിപ്പോർട്ട്സ് റിവീൽസ് ദാറ്റ് ക്യാൻസർ 55% ഇൻ ഇന്ത്യ. അതേപോലെ തന്നെ circulatory system based diseases 43%, respiratory disease 47% ഉണ്ട്. Indian households spend more than 120 billion on healthcare and medical related services financial year 2022. 120 ബില്യൺ രൂപയാണ്, ഓക്കെ, റുപ്പീസ് ആണ് ഇന്ത്യയിലെ ഹൗസ് ഹോൾഡ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഫാമിലികൾ നമ്മളുടെ മെഡിക്കൽ എക്സ്പെൻസിന് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാലോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള പൈസ ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള അവയർനെസ് ഇല്ല. മനസ്സിലാക്കൂ. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ സെക്ടർ ഉള്ളത്. പിന്നെ നിതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആ ഒരു സംഗതി വെച്ച് നോക്കുമ്പോൾ ഓൺലി 95 crore പീപ്പിളിന് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആ ഒരു സംഗതി ടേക്ക് കെയർ ചെയ്യാൻ പറ്റുക. ഗവൺമെന്റും പ്രൈവറ്റും എല്ലാം കൂടെ കൂട്ടിയിട്ട് വെറും 95 crore പീപ്പിൾ. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കണക്ക് വരുന്നത്. ഡ്യൂ ടു ഇൻക്രീസ് ലൈഫ് സ്റ്റൈൽ ഇൻ ചേഞ്ചസ് ആൻഡ് റൈസിംഗ് ഹെൽത്ത് കെയർ കോസ്റ്റ്, പർച്ചേസിംഗ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ബിക്കം മോർ ഓഫ് എ നെസസറി ദാൻ എ ലക്സുറി. ഇതാണ് നമ്മുടെ സെക്ടറിനെ കുറിച്ചിട്ടുള്ള മറ്റുള്ള വലിയ വലിയ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിക്കോളൂ, ഈ ഒരു ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്നത് 10% CAGR-ലാണ് ഈ ഒരു ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡിസ്പൈറ്റ് ദിസ് ഗ്രോത്ത് നിയർലി 37% ഓഫ് ഇന്ത്യൻസ് ബെനിഫിറ്റ് ഫ്രം ഹെൽത്ത് ഇൻഷുറൻസ്, ലീവിംഗ് എ സിഗ്നിഫിക്കന്റ് പോർഷൻ എന്താ ആരും എടുത്തിട്ടില്ല. വെറും ഇത്ര ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത്. അപ്പൊ ഇതൊരു വലിയൊരു മാർക്കറ്റാണ് നമ്മുടെ മുമ്പിലുള്ളത്. പിന്നെ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള ആ ഒരു റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 24% കമ്പനികളും 24% ടേക്ക് കെയർ ചെയ്യുന്നത് പ്രൈവറ്റ് കമ്പനീസ് ആണ്. 12.8% ടേക്ക് കെയർ ചെയ്യുന്നത് ഗവൺമെന്റ് കമ്പനീസ് ആണ്. പ്രീമിയം ഡിസ്ട്രിബ്യൂഷനിൽ മഹാരാഷ്ട്ര ലീഡ്സ് ഇൻ പ്രീമിയം കളക്ഷൻ. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ പ്രീമിയം കളക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു രീതിയിലുള്ള നമ്മളുടെ പിന്നെ എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും സാധ്യതയുള്ള ഈ ഒരു സെക്ടറിൽ നിന്നും നമുക്ക് ഇപ്പോൾ ഒരു കമ്പനിയെ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ആയിരിക്കണം ഉണ്ടാവേണ്ടത്? പിന്നെ പ്രോഫിറ്റ് മേക്കിംഗ് ആയിരിക്കണം. ബേസിക്കലി പ്രോഫിറ്റ് മേക്കിംഗ് അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. അങ്ങനെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു മാർക്കറ്റ് ലീഡിംഗ് പോലത്തെ ഒരു കമ്പനി ആയിരിക്കണം. എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യുന്ന, എല്ലാവരും അറിയുന്ന ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു കമ്പനിനെ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കമ്പനി നമ്മൾ സെലക്ട് ചെയ്തു. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാർ ഹെൽത്ത് അലൈഡ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. ഓക്കെ, അതാണ് നമ്മുടെ കമ്പനിയുടെ പേര്. സോ ഈ കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം പെട്ടെന്ന് തന്നെ. വീഡിയോ ഒരുപാട് വലുതായി പോകുന്നുണ്ടെന്നുള്ള കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സുഹൃത്തെ. കാരണം നമ്മളൊരു പിന്നെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിനെ മനസ്സിലാക്കാനുള്ള എന്താ പറയുക ആ ഒരു സമയം നമ്മൾ കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അതിന് പേഷ്യൻസ് ലെവൽ വേണം. പേഷ്യൻസ് ലെവൽ അറ്റ്ലീസ്റ്റ് ഉണ്ടാവേണ്ടത് ആദ്യം നമ്മൾ ആ ബിസിനസ്സിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അതിനെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്വന്തം ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള പൈസയാണ് നമ്മൾ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പം എവിടെയാണോ നമ്മൾ കൊണ്ടുപോയി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ കമ്പനിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ മൊത്തമായിട്ട് അറിഞ്ഞു വെക്കണ്ടേ? അപ്പം അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വീഡിയോ എങ്കിലും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ ഈ കമ്പനിയുടെ IPO ഇവിടെ വന്നിരുന്നു. IPO വന്നതിന് ശേഷം അത് 50% നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് വന്നിട്ടുണ്ട് അല്ലെ, 50% ഡൗൺ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ മോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കമ്പനിയെ കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ബിസിനസ് ഓവർവ്യൂ നമുക്ക് നോക്കാം. എന്താണ് ഈ ബിസിനസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ടറിൽ നിന്ന് പറയുമ്പോൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് പ്രൊവൈഡർ ആണ്. ബേസിക്കലി വളരെ സിമ്പിൾ ആണ് അല്ലെ? ഹെൽത്ത് ഇൻഷുറൻസ്, ആക്സിഡന്റ് ഇൻഷുറൻസ്, ട്രാവൽ ഇൻഷുറൻസ്, കോർപ്പറേറ്റ് ഇൻഷുറൻസ്, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഇൻഷുറൻസും കൊടുക്കുന്ന ഒരു കമ്പനിയാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഷുറൻസ് സ്റ്റാർ ഹെൽത്തിൽ നിന്ന് തന്നെ ഉള്ളതാണ്. അപ്പം 2006 തുടങ്ങിയ ഒരു കമ്പനിയാണ്. സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡർ ആണ് ഇവര്. ഓക്കെ, ഇവരുടെ ഹെഡ് ഓഫീസ് ഉള്ളത് ചെന്നൈയിലാണ്. സ്റ്റാർ ഹെൽത്ത് എക്സ്റ്റെൻഡ്സ് എ ഡൈവേഴ്സ് അറേ ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് കാറ്ററിംഗ് ഇൻഡിവിജ്വൽ, ഫാമിലീസ് ആൻഡ് കോർപ്പറേറ്റ് എന്റൈറ്റീസ്. ഇപ്പൊ കമ്പനികളിലൊക്കെ പോയിട്ട് ബൾക്കായിട്ട് എത്ര എംപ്ലോയീസ് ഉണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു കോമൺ ആയിട്ട് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഇൻഷുറൻസ് കൊടുക്കത്തില്ലേ, അതുവരെ ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. 14,000-ഓളം ഹോസ്പിറ്റൽസ് കവേർഡ് ആണ് ഇവരുടെ അണ്ടറിൽ. ഓക്കെ, 14,000 ഹോസ്പിറ്റൽസ് കവേർഡ് ആണ്. 877-ഓളം ബ്രാഞ്ച് ഓഫീസ് വർക്ക് ഉണ്ട്. ഇവരുടെ മെയിൻ ഓഫീസ് എന്ന് പറയുന്നത് ചെന്നൈയിലാണ്.
The Star Health continued to reinforce its presence in the Indian healthcare landscape. As of December 31st, 2023, Star Health commanded a formidable market share exceeding 34% in the Indian retail health insurance sector. ആ ഒരു സെക്ടറിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 34% മാർക്കറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് സ്റ്റാർ ഹെൽത്ത് ആണ്. ഓക്കെ, ഇതാണ് അവരുടെ ഓഫീസ്. പിന്നെ ഇതൊക്കെ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. മാർക്കറ്റ് ലീഡർ എന്ന് പറഞ്ഞാൽ 34% മാർക്കറ്റ് ഷെയർ അവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത്. പിന്നെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് നോക്കുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിലുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആക്സിഡന്റ് ഇൻഷുറൻസിലുണ്ട്, ട്രാവൽ ഇൻഷുറൻസിലുണ്ട്, കോർപ്പറേറ്റ് ഇൻഷുറൻസിലുണ്ട്, പിന്നെ അങ്ങനെ എല്ലാത്തിലും അല്ലെ ബേസിക്കലി ഒരു മനുഷ്യൻ ആവശ്യമുള്ള എല്ലാ ടൈപ്പിലുള്ള ഹെൽത്ത് ഇൻഷുറൻസിലും അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ 14,000+ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ടു ചൂസ് ഫ്രം, 14,000 ഹോസ്പിറ്റൽസ് അവരുടെ അണ്ടറിലുണ്ട്. പിന്നെ 6.4 lakh+ ഏജന്റ്സ് സർവിങ് അക്രോസ് ദ കൺട്രി. ഇന്ത്യയിൽ മാത്രം 6.5 ലക്ഷത്തോളം അവർക്ക് ഏജന്റ്സ് ഉണ്ട്, 15,000 എംപ്ലോയീസ് ഉണ്ട്, 850+ ബ്രാഞ്ചസ് അവരുടെ 877 ആണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത് നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്. അതേപോലെ തന്നെ 40+ അവാർഡ്സ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 40ഓളം അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 1 crore+ ക്ലെയിംസ് സെറ്റിൽഡ് സിൻസ് ഇൻസെപ്ഷൻ. 2006 മുതൽ ഇതുവരെ 1 കോടിയോളം അവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് നടത്തിയിട്ടുണ്ട്. 25 കോടിക്ക് മുകളിൽ ക്ലെയിം സെറ്റിൽ ചെയ്ത ഒരു കമ്പനിയാണ്. 5,000+ ക്ലെയിംസ് ക്ലെയിമിംഗ് സെറ്റിൽ എവറി ഡേ 5,000ഓളം ക്ലെയിംസ് അവർ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 90% ക്യാഷ്ലെസ് ക്ലെയിം സെറ്റിൽ ഇൻ 2 hours. 4.68 റേറ്റിംഗ്സ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. 17 കോടി ഇൻഷുറൻസ് ഇതുവരെ ഇവർ സെല്ല് ചെയ്തിട്ടുണ്ട്. 2006 മുതൽ ഇതുള്ള കണക്ക് നോക്കിയാൽ 17 കോടിയാണ് ഇവരെ ഇതുവരെ സെല്ല് ചെയ്തേക്കുന്നത്. പിന്നെ ഈ കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ചലഞ്ചസും ഓപ്പർച്യൂണിറ്റീസും എന്തൊക്കെയാണ് നമ്മൾ നോക്കണം അല്ലേ. സ്ട്രെങ്ത് എന്താണ് ഈ കമ്പനിയുടെ? ഇവരുടെ മേജർ ആയിട്ടുള്ള സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? സ്ട്രോങ് ബ്രാൻഡ് നെയിം ആണ്. ഈ ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പർ ക്ലാസ് ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. പക്ഷേ മിഡിൽ ക്ലാസ് ആൻഡ് ഡൗൺ അല്ലെ, മിഡിൽ ക്ലാസ്സിലും അതിൽ താഴെയുള്ള ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പിന്നെ ഇൻഷുറൻസ് കമ്പനിയാണ് സ്റ്റാർ ഹെൽത്ത് എന്ന് പറയുന്നത്. പിന്നെ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് സർവീസ് ഇവർക്കുണ്ട്, ലാർജ് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ഉണ്ട്, പിന്നെ സ്ട്രോങ് ഫിനാൻഷ്യൽ പെർഫോമൻസും ഇവർ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. വീക്ക്നെസ് എന്താണ്? ഹൈലി ഡിപെൻഡന്റ് ഓൺ ഇന്ത്യൻ മാർക്കറ്റ്. വേറെ പുറത്തേക്ക് ഇവർക്കൊന്നും ഇല്ല അല്ലെ, എല്ലാം ഇന്ത്യയിൽ തന്നെയാണ്. അപ്പൊ ഇന്ത്യയിൽ വരുന്ന ചെറിയ ഇപ്പൊ കോവിഡ് വന്നു, ഒരുപാട് ക്ലെയിം സെറ്റിൽമെന്റ് വന്നപ്പോഴത്തേനും സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വന്നു. അതാണ് റീസൺ കൂടി. സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വരുന്ന റീസൺ എന്താണ്? ബേസിക്കലി മേജർ റീസൺ എന്താണ്? കോവിഡ് തന്നെയായിരുന്നു. അപ്പോൾ ഒരുപാട് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കമ്പനിക്ക് പ്രശ്നങ്ങൾ വരും. അപ്പൊ ഇന്ത്യയിൽ ഡിപ്പെൻഡന്റ് ആണ് ഈ കമ്പനി. പിന്നെ ഹൈ ക്ലെയിം റേഷ്യോ ഈ കമ്പനിക്ക് ഉണ്ട്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ഇവരുടെ വീക്ക്നെസ് ആണ്. പിന്നെ ഇൻക്രീസിങ് കോമ്പറ്റീഷൻ, എക്കണോമിക് സ്ലോ ഡൗൺ, ഈ 2 ചാലഞ്ചസ് ഇവർക്കുണ്ട്. കോമ്പറ്റീഷൻ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. HDFC പോലത്തെ കമ്പനികൾ, വലിയ വലിയ കമ്പനികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാൽ കൂടി ഒരു വട്ടം നിങ്ങളിപ്പോൾ ഒരു സാധനം വാങ്ങി നിങ്ങൾക്ക് അത് പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന മൊബൈൽ സാംസങ് ആണ്. അത് കഴിഞ്ഞ് 1-2 വർഷം ഞാൻ എന്ത് ചെയ്തു? ആപ്പിളിന്റെ ഉപയോഗം തുടങ്ങി. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ഉപയോഗിക്കുന്നത്? പിന്നെയും സാംസങ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കൊരു സംഭവം വാങ്ങി നമുക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കസ്റ്റമർ ഒരിക്കലും അവരെ വിട്ടു പോകില്ല. അതൊരു സംഗതി ഉണ്ട് അവിടെ. ഓക്കെ, അപ്പം അത് നന്നായിട്ട് ഇവർ അതിന് ഉപയോഗിക്കുന്നുമുണ്ട്. പിന്നെ ഇവരുടെ ഓപ്പർച്യൂണിറ്റി എന്താണ്? ഗ്രോയിങ് ഡിമാൻഡ് ഫോർ ഇൻഷുറൻസ്, റൂറൽ ഏരിയ പെനിട്രേഷൻ, പോളിസി സപ്പോർട്ട്, നീഡ് ഓഫ് ദ അവർ. ഇത് 4 ഉണ്ട് അല്ലെ. ഇത് അത്യാവശ്യമാണ്. എല്ലാ മനുഷ്യന്റെയും ബേസിക് ആയിട്ടുള്ള, നിങ്ങളിനി എന്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾക്ക് എത്ര പൈസ നിങ്ങളുടെ ബാങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ബേസിക് റിക്വയർമെന്റ് ആണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നുള്ളത്, ഏതൊരു മനുഷ്യന്റെയും. അപ്പൊ അത് എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ എല്ലാവരും ഈ കമ്പനിയുടെ തന്നെ വാങ്ങണമെന്ന് ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് ബേസിക് റിക്വയർമെന്റ് ആണ്, നിങ്ങളത് ചെയ്യണം. ഓക്കെ, പിന്നെ ഇവരുടെ പിയർ ഗ്രൂപ്പ് കമ്പാരിസൺ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാവും. പിന്നെ ഏകദേശം 1 തൊട്ട് 8 വരെ 8ഓളം കമ്പനികൾ മൊത്തത്തിൽ സെക്ടറിൽ തന്നെയാണ് മേജർ കമ്പനികൾ. അതിൽ ലൈഫ് ഇൻഷുറൻസ്, SBI, HDFC ഇങ്ങനെ തുടങ്ങി സ്റ്റാർ ഹെൽത്ത് ഏറ്റവും താഴെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർ ഹെൽത്തിന്റെ 31,684 ഏറ്റവും കുറവ് മാർക്കറ്റ് ക്യാപ്പാണ് എമംഗ് ദ ഇവരുടെ പിയർ കമ്പാരിസൺ നോക്കുമ്പോൾ, മറ്റുള്ള കമ്പനികൾ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, പക്ഷേ ഒരു കാര്യം ഇതിവിടെ നോക്കാനുള്ള എന്താണ്? ഇപ്പോൾ സ്റ്റാർ ഹെൽത്തിന് ഏറ്റവും ഇവിടെയാണ് സ്റ്റാർ ഹെൽത്ത് ഉള്ളത്. ആരാ മുകളിൽ? ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഇവരുടെ മുകളിലുണ്ട് അല്ലെ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കമ്പനി അതിന്റെ മുകളിലുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി എന്തുകൊണ്ടാണ് പിന്നെ ഈ കമ്പനിയെ സെലക്ട് ചെയ്തത്? അതിന് കാര്യം എന്താ വെച്ചാൽ മാർക്കറ്റ് ലീഡർ ബേസ്ഡ് ഓൺ ദ പ്രോഫിറ്റബിലിറ്റി. അത് ഞാൻ പറഞ്ഞിരുന്നു ആദ്യം, പ്രോഫിറ്റബിൾ ആണ് കമ്പനി. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റ നിങ്ങൾ നോക്കിക്കോളൂ. വേണമെങ്കിൽ പോയിട്ട് നിങ്ങൾ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിന്റെ സ്ക്രീനറിൽ പോവുക. അവിടെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ നോക്കി നോക്കുക അതിന്റെ പ്രോഫിറ്റ് എത്രയുണ്ടെന്നുള്ള കാര്യം. പ്രോഫിറ്റ് അത്രയില്ല. മാർക്കറ്റ് ക്യാപ്പ് ഒരുപാടുണ്ട്, പക്ഷെ പ്രോഫിറ്റ് അത്രയും മേക്ക് ചെയ്യുന്നില്ല കമ്പനി. പക്ഷെ ഇവരുടെ കേസ് അങ്ങനെയല്ല, ഇവർ നന്നായിട്ട് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, പിന്നെ പി റേഷ്യോ ഏകദേശം നോ പ്രോബ്ലം എല്ലാം 39 പി റേഷ്യോയിലാണ് ഇപ്പോൾ ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്, വിച്ച് ഇസ് ഓക്കെ പി, നോ പ്രോബ്ലം. കറന്റ് ആയിട്ട് എന്തൊക്കെ ന്യൂസ് ഉണ്ട് ഈ കമ്പനിയിൽ? ഈ കമ്പനിയിൽ വന്നിരിക്കുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ
Apis Partners sells shares of insurance firm Star Health for 553 crore. 553 കോടി രൂപേന്റെ ഷെയർസ് ആണ് ഈ കമ്പനി സെല് ചെയ്തേക്കുന്നത്. അത് കാരണം സ്റ്റോക്ക് പ്രൈസ് നന്നായിട്ട് താഴേക്ക് വന്നിട്ടുമുണ്ട് ആ ഒരൊറ്റ ദിവസം കൊണ്ട്. ഓക്കെ, അപ്പം എന്താ പറയാ, പബ്ലിക് ഇങ്ങനെയാണ്, പബ്ലിക് അങ്ങനെ ചെയ്യത്തുള്ളൂ. കാരണം പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കൂലല്ലോ, അല്ലെ? ഇത്രയും വലിയ ഇത് ചെല്ല് ചെയ്യുന്നു, അതേപോലെ തന്നെ ന്യൂസുകൾ വരുന്നു. അപ്പം പബ്ലിക് എന്ത് ചെയ്തിട്ടുണ്ട്? പബ്ലിക് നന്നായിട്ട് അവിടെ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ 2023 നോക്കിക്കഴിഞ്ഞാൽ 5.23 ഉണ്ടായിരുന്നു പബ്ലിക്കിന്റെ ഷെയർ ഹോൾഡിംഗ്. ഇപ്പൊ അത് 4.96% മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ അതാണ് ന്യൂസ്. പക്ഷേ അങ്ങനെ ഒരാൾ വിറ്റ് കഴിയുമ്പോൾ അടുത്ത ന്യൂസ് എന്താണ്? ICICI പൊട്ടൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് അക്വയർസ് 193 crore stake in Star Health. മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ വിറ്റപ്പോൾ വേറൊരാൾ വാങ്ങി. ദാറ്റ്സ് ഇറ്റ്. ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ താഴെ ഉണ്ട്. അപ്പം 193 crore അവർ ആദ്യം വാങ്ങി, പിന്നെ ഇപ്പൊ രണ്ടാമതായിട്ട് പിന്നെയും വാങ്ങാൻ പോകുന്നതായിട്ട് ഒരു ന്യൂസും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാൻഡ് വിട്ടു പോകുമ്പോൾ അത് വേറൊരാൾക്ക് കൊടുത്തിട്ടാണ് അവർ പോയേക്കണത്. വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു ന്യൂസ് എനിക്ക് കാണാൻ വേണ്ടി പറ്റിയ എന്താണ്? സ്റ്റാർ ഹെൽത്ത് ടു ഓപ്പൺ ന്യൂ ബ്രാഞ്ച് ഓഫീസ് അറ്റ് IFSC ഇൻ ഗുജറാത്ത്. ഗുജറാത്തിൽ ഒരു പുതിയൊരു ബ്രാഞ്ച് ഓഫീസും കൂടെ അവർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു സംഗതിയും കൂടെ എനിക്ക് കാണാൻ വേണ്ടി പറ്റി. ഇനി നമുക്ക് നോക്കാനുള്ള അതിന്റെ ഫൈനാൻഷ്യൽസ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. ബിസിനസിന്റെ ഓവർവ്യൂ നമുക്ക് കിട്ടി, അല്ലേ? സെക്ടറിൽ എന്താ നടക്കുന്നത് അത് നമുക്ക് നോക്കി. സെക്ടറിൽ എന്ന് പറഞ്ഞാൽ ഈ സെക്ടറിൽ യാതൊരു കുഴപ്പമില്ല, നല്ല സെക്ടറാണ്. കാരണം പിന്നെ എല്ലാവരുടെയും ആവശ്യമാണ്, എല്ലാവർക്കും വേണം. ഏറ്റവും കുറഞ്ഞ പെനിട്രേഷൻ ഉള്ള ഒരു മാർക്കറ്റാണ്. ഇനി ഇവിടുന്ന് ഒരു വലിയൊരു രീതിയിൽ ഇത് ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൽ തന്നെ നല്ലൊരു കമ്പനിയാണ് പിന്നെ സ്റ്റാർ ഹെൽത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ദിസ് ഇസ് നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഫോർ യു. കാരണം അഗൈൻ ആൻഡ് അഗൈൻ ഐ എം ടെല്ലിങ് യു. കാരണം ഞാനൊരു എന്താ പറയുക, സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് അല്ല. എനിക്ക് രജിസ്ട്രേഷൻ ഇല്ല, അതേപോലെ ഞാൻ അതിന് ക്വാളിഫൈഡും അല്ല. ബേസിക്കലി ഇതൊക്കെ എൻ്റെ ഒബ്സർവേഷൻ ആണ്. അപ്പം ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ സെയിൽസ് എന്താണ് നമ്മൾ നോക്കുന്നത്? പിന്നെ ഡിസംബർ 2020 1533 കോടി രൂപ പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്തു. പിന്നെ 2711 ഡിസംബർ 2021, അതേപോലെ തന്നെ 3073 കോടി രൂപ, പിന്നെ 3578 കോടി രൂപ ഹയസ്റ്റ് എവർ ഇവരുടെ സെയിൽസ് ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുമ്പോൾ -242 crore നിന്ന് -578 crore വരെ പോയിരുന്നു ഡ്യൂറിങ് ദ കോവിഡ് ടൈം. അത് കഴിഞ്ഞ് 210 കോടി രൂപ പ്രോഫിറ്റിലെത്തി. പിന്നെ 290 രൂപ ഹയസ്റ്റ് എവർ. ആഫ്റ്റർ ദ കോവിഡ് ഇവർ പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുമ്പോൾ സെയിൽസിൽ 1069 കോടി രൂപയിൽ നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്തൊരു കമ്പനിയാണ്. 1650 കോടി രൂപയിൽ നിന്ന് എക്സെപ്റ്റ് കോവിഡ് കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്ത് വന്നിട്ട് ഇപ്പൊ 13,465 കോടി രൂപ ഇവരുടെ സെയിൽസ് നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുമ്പോൾ -140 നിന്ന് -1086 കോടി രൂപ വരെ പോയതാണ്. -1041 കോടി രൂപ വരെ പോയതാണ് ഡ്യൂറിങ് ദ കോവിഡ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും പുറകിൽ 2020 ഉണ്ടായിരുന്ന നമ്പറിൽ നിന്നും കൂടിയ നമ്പറിലേക്ക് പിന്നെ ഇവർ മാറിയിട്ടുണ്ട്. 619. അതേപോലെ തന്നെ ഇപ്പോൾ 804 കോടി രൂപ എന്ന നമ്പറിലേക്ക് ഈ കമ്പനി മാറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുമ്പോൾ പിന്നെ എന്താണ് ഇവിടെ ഫിക്സഡ് അസറ്റ് ഇവരുടെ അടുത്ത് 124 കോടി രൂപന്റെ ഫിക്സഡ് അസറ്റ് ഇവരുടെ അടുത്ത്. എന്ന് വെച്ചാൽ അത് ഇപ്പോൾ അവരുടെ ഓഫീസ് കാര്യങ്ങൾ, പുതിയ ബ്രാഞ്ചസ്, ഇതൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ റിസർവിൽ നമ്മൾ നോക്കുമ്പോൾ സ്വന്തം പൈസ കമ്പനിയുടെ അടുത്ത് 6127 കോടി രൂപ ഹയസ്റ്റ് എവർ റിസർവ് കമ്പനിയുടെ അടുത്ത് ആയിട്ടുണ്ട്. ബോറോയിങ് നമ്മൾ നോക്കുമ്പോൾ ബോറോയിങ് 470 കോടി രൂപ മാത്രമേ ഇവരുടെ അടുത്ത് ബോറോയിങ് ഉള്ളൂ. സോ കംപ്ലീറ്റ്ലി ഫൈൻ. ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 14,000 കോടി രൂപ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ള കമ്പനികളിൽ. അതുകൊണ്ട് ഓക്കെ, മറ്റുള്ള കമ്പനികളിൽ ഷെയർസ് വാങ്ങിയിട്ടുണ്ട് ഇവര്. അപ്പം ആ ഒരു സംഗതി ഉണ്ട്. അപ്പം എല്ലാം കൊണ്ടും എന്താ പറയാ, കമ്പനി ഇപ്പോൾ ഒരു സൂപ്പർബ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ പ്രൊമോട്ടേഴ്സിന്റെ കയ്യിൽ 58% ഉണ്ട്. ഇപ്പം അവരിപ്പോൾ കുറച്ചിട്ടുണ്ട്. 57.94% എന്ന ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ DISും FISനും കയ്യിൽ എന്താ സംഭവിച്ചേക്കുന്നത്? DISന്റെ അടുത്ത് 30.63% ഉണ്ടായിരുന്നത്, FISന്റെ കയ്യിൽ 30.63% ഉണ്ടായിരുന്നു. ഇപ്പൊ 31% മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രൊമോട്ടർ വിറ്റതും പബ്ലിക് വിറ്റതും എല്ലാം വാങ്ങിയേക്കുന്നത് FISും DISും തന്നതാണ്. ഓക്കെ, സോ എവറിത്തിങ് ഈസ് ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ്? ഇതിന് ടെക്നിക്കൽ പാറ്റേൺ നമുക്ക് നോക്കാം. ടെക്നിക്കൽ പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ആദ്യം ഒരു കപ്പ് വിത്ത് ഹാൻഡിൽ പാറ്റേണോട് ഫോം ആയി, പിന്നെ പക്ഷേ അത് ഫെയിൽ ആയി കഴിഞ്ഞിരുന്നു. ഫെയിൽ ആയിട്ട് പിന്നെ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഫെയിൽ ആയെന്നൊക്കെ നമ്മൾ നോക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അത് സ്റ്റുഡൻസിനൊക്കെ അറിയാം. എനിവേ, അപ്പം അതുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇപ്പം ഞാൻ ടാർഗറ്റ് ഇതിനകത്ത് വെക്കാൻ പോണത് ബേസിക്കലി എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ ഇവിടെ ഇതിന്റെ ഇപ്പോഴത്തെ കറന്റ് പ്രൈസിൽ നിന്ന് ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈറ്റിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 40% എന്ന രീതിയിൽ എനിക്ക് ഇവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് ടാർഗറ്റ്. എൻ്റെ ടാർഗറ്റാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കുള്ള ടാർഗറ്റ് അല്ല സുഹൃത്തുക്കളെ. അതൊന്നും പിന്നെ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ വാങ്ങിയിട്ട് പിന്നെ
എന്നോട് ചോദിക്കാൻ വന്നിട്ട് കാര്യം ഉണ്ടാവില്ല. ഞാൻ ഇൻവെസ്റ്റഡ് ആണ്, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എനിക്ക് ആരുടെയും, നിങ്ങൾ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നിങ്ങളുടെ സ്വന്തം പൈസയാണ്, എൻ്റെ പൈസയല്ല. ഓക്കെ, അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിൽ ഞാനിത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വന്നിട്ട് പറയുന്നത്, പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ പഠിക്കുക കേട്ടോ, അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ഒരു 40% മാത്രമല്ല, അതിൻ്റെ ലൈഫ് ടൈം ഹൈ വരെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ 74% വരെ എങ്ങനെയായാലും ഈ സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്യാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇത് വേറൊരു ക്വസ്റ്റ്യൻ എന്താണ് ഇനി ഉണ്ടാവാൻ പോണത്, എത്ര സമയം ഹോൾഡ് ചെയ്യണം എന്നുള്ള കാര്യം ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. ഓക്കെ, എൻ്റെ മിനിമം പീരീഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 3 വർഷത്തേക്ക് ആ സ്റ്റോക്കിനെ പിന്നെ നോക്കാറില്ല. ഓക്കെ, 3 വർഷം വരെ കൊടുത്തിട്ട് 3 വർഷത്തിനുള്ളിൽ എനിക്ക് 70% പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താ കുറവാണോ? നോ, നെവർ. 70% ഈസ് എ ഗുഡ് ഗെയിം. മനസ്സിലായില്ലേ? അപ്പൊ 3 വർഷമൊന്നും വേണ്ട എന്നുള്ള കാര്യം എനിക്കറിയാം. ഒരു വർഷത്തിലൊക്കെ ചിലപ്പോൾ എത്തിയാലും എത്തി, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയാണ്, ഈവൻ ഐ ഹാവ് ടു വെയിറ്റ് ഫോർ 3 years, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ ഫോർ മീ, നോ പ്രോബ്ലം. ആർക്കാ തിരക്ക് ഇപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ? ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര തിരക്കുണ്ടാവും, FNO ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര തിരക്കുണ്ടാവും. കാരണം ഇവർക്ക് രണ്ടുപേർക്കും പിന്നെ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നാളെ തന്നെ പ്രോഫിറ്റ് വേണം എന്നുള്ള ചിന്തയിലാണ് ഇവർ പൈസ ഇടുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ചിന്തയിൽ കൂടി നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് വന്നിട്ട് കാര്യം ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾക്ക് ബിസിനസ്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഗ്രോത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സമയം കൊടുത്തേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, ഓരോ ബിസിനസ്സിലും ഓരോ ചലഞ്ചസ് ഉണ്ടാവും, അതൊക്കെ വരും പോവും, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്, എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട്. ഓക്കെ, അപ്പം എനിവേ ഇതാണ് എൻ്റെ റിവ്യൂ അബൌട്ട് ദിസ് കമ്പനി. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നന്നായിട്ട് മനസ്സിലാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അവിടെ പോവുക, കാര്യങ്ങളൊക്കെ നോക്കുക, മറ്റുള്ള സ്റ്റുഡൻസിൻ്റെ റിവ്യൂ നോക്കുക, വീഡിയോ റിവ്യൂസ് ഉണ്ട്, കമൻറ്റ് റിവ്യൂസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നോക്കിക്കോളുക. നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ ചാനലിനെ മറക്കാതിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനെ, അതേപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വയ്ക്കുക. ഒരുപാട് പേര് അത് ചെയ്യുന്നില്ല കേട്ടോ, അപ്പോൾ അതൊക്കെ ചെയ്തു വയ്ക്കുക. നമുക്കിങ്ങനെ ഇതൊരു എന്താ പറയുക, ഫാമിലി പതുക്കെ ഗ്രോ ആവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.